മോളിക്കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ? തൊമ്മിച്ചാൻ ആളൊരു വലിയ മനുഷ്യനാണ്. പിന്നെ പുള്ളിക്കാരൻ ഒരു രണ്ടാം കെട്ടുകാരനായതുകൊണ്ട് വീട്ടിലാർക്കെങ്കിലും അങ്ങനെയൊന്നുമില്ല. എന്റെ മക്കൾ ഞാൻ പറയുന്നത് അനുസരിക്കും. നമ്മുടെ കുറവുകളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. തൊമ്മിച്ചാനുമായിട്ടുള്ള ഒരു ബന്ധം എന്തുകൊണ്ടും നല്ലതാ. വക്കീലല്ലേ, തച്ചമ്പള്ളിക്കാരോട് നിയമം പറയാൻ അങ്ങനെ ഒരാളുള്ളത് നല്ലതാ. 4 കല്യാണം കൂടി ഒരുമിച്ച് നടത്തിയാൽ നമുക്ക് ചെലവ് മാത്രമേ ലാഭിക്കാം. പിന്നെ പുള്ളിക്കാരൻ എണ്ണം തെറ്റിയതാ. ഞങ്ങൾ ഇറങ്ങട്ടെ. എന്റെ കാര്യം പറ. എന്റെ ആക്രമണം കാണിച്ച കൊളാക്കല്ലേ. പറയട്ടെ. അപ്പൊ നീ എന്നെ പറ്റിക്കാരനല്ലേ? എന്ത്? എന്റെ ആനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്? അയ്യോ, സത്യമായിട്ട് ഞാൻ പറഞ്ഞാട്ടോ. ആ കളവെ കെട്ടുന്ന കാര്യോ? പിന്നെ അന്നേ മാത്തൻ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? ആനയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഓഹോ, അപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നീ ഒഴിഞ്ഞു മാറി അല്ലേ? എടാ, 20-ാം നൂറ്റാണ്ടിലെ യൂദാസിന്റെ പതിപ്പാ നീ. എടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നും പറയണ്ട. തൊമ്മിച്ചനെ തപ്പിക്കൊണ്ടുവന്ന് ഞാനാ. എന്റെ കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ തൊമ്മിച്ചനെ പിൻവലിക്കും. ഓടാ. കറിയച്ചേട്ടാ, ഇനിയുള്ള കാലമെങ്കിലും സ്വന്തം നാട്ടിൽ തന്നെ കഴിയണമെന്ന് വല്യമ്മച്ചിക്ക് ഏറ്റവും കൂടുതൽ നിർബന്ധം. അവരുടെ സെന്റിമെന്റ്സ് ഒന്നും അല്ല പ്രശ്നം. സ്വന്തം വീടും പറമ്പും വല്ലവനും വിട്ടുകൊടുക്കേണ്ട ആവശ്യം എന്താ? അല്ല, ആ നാടിന്റെ സെറ്റപ്പ് തന്നെയൊന്ന് വേറെ. പോലീസിനേക്കാൾ അവിടെ ഹോൾഡ് പണിക്കർക്ക. അങ്ങനെയുള്ള ഒരു നാട് ഈ കേരളത്തിലുണ്ടെങ്കിൽ അതൊന്നും അറിയണമല്ലോ. ഇനി ചിലപ്പോ നമ്മുടെ കൈകൊണ്ടായിരിക്കും ആ നാടിന്റെ ഷേപ്പ് മാറാൻ പോണത്. അല്ലേടാ വില്ലി? എന്ത്? ഒരു കൈ നോക്കാം. ഭൂമി മുഴുവൻ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. 1 ഇഞ്ച് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. എങ്കിൽ പിന്നെ നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് അങ്ങോട്ട് താമസം മാറാണോ? അതൊക്കെ സൗകര്യം പോലെ തീരുമാനിക്കും. ആദ്യം അവിടെ പോയി. മനസ്സിലായി. ആദ്യം ഇറാഖിനോട് അന്യായമായി പിടിച്ചെടുത്ത കുവൈറ്റ് വിറ്റ് തരാൻ നമ്മൾ ആവശ്യപ്പെടുന്നു. മര്യാദയ്ക്ക് അനുസരിച്ചില്ലെങ്കിൽ കഡ്, പാട്രിയറ്റ്, രാസായുധം. നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടല്ലോ. കരാറ്റെ, നിയമം, നാടനടി, ബ്രെയിൻ. അയ്യേട്ടാ, കഴുതയുടെ. അപ്പൊ അച്ചായ, ഹണിമൂണിന്റെ ബാക്കി ഇനി നാട്ടിൽ വെച്ച്. ഓൺ യുവർ മാർക്ക്. തുമ്മിച്ചായോ? എല്ലാത്തിനും വഴിയുണ്ടാക്കാം. വാ.
പറഞ്ഞാ മനസ്സിലായില്ലല്ലോ. കണ്ടവന്റെ പുറയെടുത്തിട്ട് പോക്കൃത്തം കാണിക്കുന്നത്. നിക്ക് സണ്ണി, ഈ വീടും പറമ്പും ഒക്കെ ഇദ്ദേഹത്തിന്റെ വകയാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറ്റുക, ഈ സാധനമൊക്കെ എടുത്തു മാറ്റിയാൽ വലിയ ഉപകാരം. എന്തോ സാധനങ്ങൾ എടുത്ത് മാറ്റാൻ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാകേണ്ട കാര്യമില്ല. നിങ്ങൾ തൊഴിലാളികളാ. തൊഴിലാളി യൂണിയന് വേണ്ടി എത്രയോ കേസുകൾക്ക് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് ഞാൻ. താൻ തന്റെ പണി നോക്കിയാൽ മതി. ഇവന്മാരുടെ വേറെ ഒരു കാര്യമില്ല തുമ്മിച്ച. അറിയാ ഇല്ലേ തകർക്കണ.